നമസ്കാരം. വളച്ചു കെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആഫ്രിക്കയുടെ വിവിധ പ്രദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവരുടെ ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നൈജർ, ബുർക്കിന ഫാസോ, നൈജീരിയ, അങ്ങനെ ആ പ്രദേശങ്ങളുടെ ക്രൈസ്തവരുടെ കുരുതിക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളുടെ പട്ടിക ഇങ്ങനെ നീളുകയാണ്. ഏറ്റവും ഒടുവിൽ ആ പട്ടികയിലേക്ക് ഇതാ മറ്റൊരു പ്രദേശം കൂടി കടന്നു വന്നിരിക്കുന്ന. വർഷങ്ങളായിട്ട് അവിടെ ക്രൈസ്തവ പീഡനം നടക്കുന്നുണ്ട്. എന്നാൽ അതിരൂക്ഷമായിട്ട് ഈ ദിവസങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ ഒരു വംശഹത്യ സ്വഭാവത്തോടു കൂടിയുള്ള അതിക്രമങ്ങൾ, ആക്രമണങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റു പ്രദേശമല്ല, അത് സുഡാനാണ്. ഒരു ആഭ്യന്തര കലാപം എന്നൊക്കെ സെക്കുലർ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ക്രൈസ്തവരുടെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു പലായനത്തിന് ആ രാജ്യം വേദിയാവുകയാണ്. മാത്രമല്ല, ഒരു വിരോധാഭാസം എന്ന് പറയട്ടെ, ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന, ഗാസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം അർപ്പിക്കുന്ന, ഗാസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യ റാലികൾ നടത്തുന്ന, പാലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുന്ന ആരെയും നമുക്ക് സുഡാനിലെ ആ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പലരും മൗനത്തിലാണ്, പലരും അത് കണ്ടിട്ടേയില്ല, കേട്ടിട്ടേയില്ല. മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. വർഷങ്ങളായി നൈജീരിയയിലെ ക്രൈസ്തവർ അതിഭയാനകമായിട്ടുള്ള വംശഹത്യയിലൂടെ കടന്നു പോകുമ്പോൾ ട്രംപ് തന്റെ സൈന്യത്തെ അയച്ച് ഇസ്ലാമിക തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ പോകുന്നു എന്ന വളരെ ശുഭകരമായിട്ടൊരു വാർത്ത കൂടി ആഫ്രിക്കയിൽ നിന്നും വരുന്നുണ്ട്. ആഫ്രിക്കയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് സുഡാനിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ, നൈജീരിയയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ നൽകുന്ന സൂചനകൾ, അതിന്റെ പിന്നിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെ? ഈ വിഷയങ്ങളെക്കുറിച്ച് വളച്ചുകെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജോസ് ടോൺ മല്ലികശ്ശേരിയാണ്. സാർ, ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു സാർ, നമുക്ക് സുഡാനിൽ നിന്ന് തന്നെ നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. സുഡാനെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള വാർത്തകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് അവിടെ നടക്കുന്ന സംഘർഷങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു വംശഹത്യ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു അതിക്രമമാണോ, സംഘർഷമാണോ അവിടെ നടക്കുന്നത്, അതോ വെറും ഒരു ആഭ്യന്തര കലാപമാണോ സുഡാനിൽ നടക്കുന്നത്? സുഡാനിൽ ആഭ്യന്തര കലാപം നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് അടുത്ത കാലത്തല്ല, കുറെ നാളായി സുഡാനിൽ ആ സംഗതി തുടങ്ങിയിട്ട്. ഏകദേശം 1979 മുതൽ ഒരു 2009 വരെ അവിടെ ഒരു വ്യക്തിയുടെ ഭരണമായിരുന്നു. ആ ഭരണത്തെ ഒരു മിലിറ്ററി കൂപ്പിലൂടെ അയാളെ പുറത്താക്കിയ ശേഷം പിന്നീട് മിലിറ്ററി കൂപ്പിലൂടെ പുറത്താക്കിയ മിലിറ്ററിയുടെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് സുഡാൻ ആംഡ് ഫോഴ്സ് ഉണ്ട്, വെറും സുഡാൻ റാപ്പിഡ് ഫോഴ്സ് ഉണ്ട്. സുഡാൻ റാപ്പിഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെമി മിലിറ്ററിയാണ്. നമ്മുടെ ഇവിടുത്തെ CRPF ഒക്കെ പോലത്തെ ഒരു സാധനമാണ്. മറ്റേത് പ്യുവർ മിലിറ്ററിയാണ്. അപ്പൊ ഈ സെമി മിലിറ്ററിയുടെ നേതാക്കന്മാരും ഈ മിലിറ്ററിയുടെ നേതാക്കന്മാരും തമ്മിൽ പവറിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി. ആർക്കാണ് കൂടുതൽ പവർ വേണ്ടത്, ആരാണ് ഭരണത്തിന്റെ കൂടുതൽ ഷെയർ വരേണ്ടത്? അത് പിന്നീട് ആഭ്യന്തര കലാപത്തിലേക്ക് നടക്കുകയും ഈ ഫോഴ്സുകൾ തമ്മിലുള്ള യുദ്ധമായി മാറുകയും ചെയ്തു. അപ്പൊ അവിടെ വലിയൊരു സിവിൽ വാർ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യരാണ് കൂടുതൽ മരിക്കുന്നത്. അപ്പൊ ഇവര് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് രാജ്യത്തിനുള്ളിൽ കിടന്നുകൊണ്ട് രാജ്യത്തെ തന്നെ രണ്ട് സേന അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഒരു സംഗതി അത് 10 വർഷമായിട്ട് സുഡാനിൽ നിലവിലുണ്ട്. ഏകദേശം 7-8 ലക്ഷം മനുഷ്യരെ ഇതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് ആഫ്രിക്കൻ രാജ്യം ആയതുകൊണ്ട് തന്നെ ഇത് ലോകസദ്ര അർത്ഥയാത്രികം പിടിച്ചു പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വാർത്തകളിലൊന്നും വലുതായിട്ട് വരികയില്ല. പക്ഷെ അത് അടുത്ത കാലത്ത് ഇത് ക്രിസ്ത്യാനികളുടെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സുഡാനിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു 2% അടുത്ത് മാത്രമാണ് സുഡാൻ ജനതയിൽ ക്രിസ്ത്യാനികളുള്ളത്. കാരണം സുഡാൻ എന്ന് പറയുന്നത് സുഡാൻ അറബ് രാജ്യമാണ്. ഈ പറയുന്ന നൈജീരിയയും അറബ് രാജ്യം തന്നെയാണ്. അപ്പൊ ഈ അറബ് രാജ്യങ്ങൾക്കുള്ളിൽ ഇത് അറേബ്യൻ വംശജർ ധാരാളമായുള്ള അറബ് രാജ്യമാണ്. മറ്റേ നൈജീരിയ നമ്മളിപ്പോ ഈ പറയുന്ന നൈജീരിയ അറബ് രാജ്യമല്ല, പിന്നെ അത് നൈജർ കുറച്ചുകൂടെ താഴോട്ട് വരുന്ന രാജ്യമാണ്. അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ടിലാണ്. നമുക്കത് അറിയാവുന്നത് പോലെ ഈ സൗദി അറേബ്യ ആ പ്രദേശത്താണ് ഇസ്ലാമിക് റിലീജിയൻ ഉണ്ടാവുന്നത്. ഇസ്ലാമിക് റിലീജിയൻ ഉണ്ടായ കാലം മുതൽ തന്നെ അവരുടെ ഒരു ടാർഗറ്റ് ആണ് റോം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ളത് അവരുടെ ആദ്യകാലം മുതലുള്ള ലക്ഷ്യമാണ്. അപ്പൊ റോമിലേക്കുള്ള ആക്സസ് ഇവർക്ക് എങ്ങനെ കിട്ടും? ആ ആക്സസ് കിട്ടാൻ വേണ്ടി യൂറോപ്പിനുള്ളിലൂടെ എളുപ്പമല്ല. ഇപ്പം തുർക്കി അവരുടെ കയ്യിൽ എളുപ്പത്തിൽ വന്നുവെങ്കിലും തുർക്കിയിൽ നിന്ന് യൂറോപ്പിലേക്ക് കരവഴി പ്രവേശിക്കാമെങ്കിലും നിരവധി രാജ്യങ്ങളിലൂടെ കടന്നാൽ മാത്രമേ റോമിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പടയോട്ടത്തെക്കാൾ എളുപ്പം ആഫ്രിക്കയിലൂടെ കടന്ന്, ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ടിലൂടെ കടന്ന് ഈ പറയുന്ന ടുണീഷ്യ എന്ന് പറയുന്ന റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ ടുണീഷ്യയിൽ നിന്ന് ഈ നിരവധി ദ്വീപുകളുണ്ട് ഈ പറയുന്ന ഇറ്റലിയിലേക്ക് കടക്കാൻ വേണ്ടി. അപ്പൊ ആ ദ്വീപുകളിലൂടെ ഇറ്റലിയിലേക്ക് കടന്ന് റോമിനെ ആക്രമിക്കാം എന്നുള്ളത് ഈ അറബികളുടെ വലിയൊരു സ്വപ്നമായിരുന്നു.
847 ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മതിലിന് പുറത്തു വരെ അറബ് സേന എത്തിയിട്ടുണ്ട്. അപ്പൊ അറബ് സേന എത്തിയിട്ടുണ്ട്. അന്ന് 847 ശരിക്കും അവർ പിടിക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് പിന്നീട് അവർ തിരിച്ചൊടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ ഈ പടയോട്ടം നടത്തിയിട്ടുള്ളത് ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ടിലൂടെയാണ്. അപ്പൊ ആ നോർത്തേൺ പാർട്ട് മുഴുവൻ അവർ ഇസ്ലാമികവൽക്കരിച്ചത്. അങ്ങനെയാണ് ഈ സുഡാൻ, ഈജിപ്ത്, ലിബിയ, അൾജീരിയ, മൊറോക്കോ, ടുണീഷ്യ, ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പൊ അന്ന് തന്നെ ഇസ്ലാമിക് റിലീജിയൻ എത്തിയ ഒരു സ്ഥലമാണ് ഈ സുഡാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സുഡാനില് അറബ് വംശജരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, അറബ് വംശജരല്ലാത്ത മുസ്ലിങ്ങളുണ്ട്. ഈ അറബ് വംശജരല്ലാത്ത മുസ്ലിങ്ങളെ അറബികൾ മുസ്ലിങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നേ ഇല്ല. അത് അറബിന്റെ രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഈ മുസ്ലിങ്ങളൊക്കെ അവിടെ ചെന്ന് ചുമ്മാ മസ്ജിദ് പിടിച്ച് കാണിക്കാന്നുള്ളൂ. അവര് ഈ അവിടുത്തെ അറബികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ഒരിക്കലും അവരുടെ പാരിറ്റിയിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ പരിഗണിക്കില്ല. ഇവരെ ഒരു സ്ലേവ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. ഇവിടുന്ന് പോകുന്ന മുസ്ലിം അവിടെ ചെന്നിട്ട് മസ്ജിദ് പിടിച്ച് കാണിച്ചാൽ ഇവിടെ അവന്മാര് പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ചാടുന്നുണ്ട്, പക്ഷെ അവിടെ ചെന്ന് അവർ പരിഗണിക്കില്ല. ഇതേ പ്രശ്നം അറബിലും. അപ്പൊ ഈ പറയുന്ന സുഡാനില് ഇവര് ആഭ്യന്തര കലാപത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ തിരിയുമ്പോൾ ഇവർ ചെയ്യുന്നത് പുരുഷന്മാരെ കൊന്നുകളയും. എല്ലായിടത്തും ചെയ്യുന്ന പരിപാടിയാണ്. പുരുഷന്മാരെ കൊന്നുകളയും, സ്ത്രീകളെ റേപ്പ് ചെയ്യും. അപ്പൊ സ്ത്രീകളെ റേപ്പ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്, നിനക്കൊരു അറബ് സന്തതി ഉണ്ടാവട്ടെ, നിനക്കൊരു അറബ് സന്തതി ഉണ്ടാവട്ടെ എന്ന് പ്രോമിസ് കൊടുത്തുകൊണ്ടാണ് അവളെ പിന്നെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത്ര നീചരായ മനുഷ്യരാണ്. അതായത് ഒരു സ്ത്രീയെ ആക്രമിക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു സമ്മാനം കൊടുത്തു എന്ന മട്ടിലാണ് ഇവരെ ആക്രമിക്കുക. അത്രയും നീചരായ മനുഷ്യർ. അവർ സ്വജനത്തോട് കാണിക്കുന്ന അനീതി അത്തരത്തിൽപ്പെട്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ കാലത്തും ക്രിസ്ത്യാനികൾക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ പൊതുവെ ഇത് ചെതറിയാണ് താമസിക്കുന്നത്. അവര് സുഡാനിലെ ഒരു പ്രദേശത്ത് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ആളുകളല്ല. ബഹുഭൂരിഭാഗം ക്രിസ്ത്യാനികളും സാമ്പത്തികമായി മെച്ചപ്പെട്ടവരാണ്. അപ്പൊ അവര് പട്ടണങ്ങളോട് ചേർന്നാണ് താമസിക്കുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഇവര് കൊള്ളസംഘം പോലെ ആക്ട് ചെയ്യുന്ന ആളുകളാണ്. ഇതിനും വലിയ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. സുഡാൻ നമുക്ക് അറിയാവുന്ന പോലെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര റിച്ചാണ്. ആ രാജ്യത്തെ വിദ്യാഭ്യാസ റേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 90% എന്നൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ലിറ്ററസി അവിടെ കാണുക. പക്ഷേ 90% ലിറ്ററസി മദ്രസ ലിറ്ററസിയാണ്. അവിടെ ഒരു 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവര് ഈ ഖുറാനും ഹദീസുകളും മാത്രമാണ് പഠിക്കുന്നത്, അറബിക് ലാംഗ്വേജും. അപ്പൊ അറബിക് ലാംഗ്വേജും മദ്രസ ലിറ്ററസിയും കിട്ടി. ഈ മതം എന്ന് പറയുന്ന സാധനം മാത്രം തലയിനുള്ളിൽ അടച്ചതിന് ശേഷം പിന്നെ പുരുഷന്മാരുടെ ജോലി എന്ന് പറയുന്നത് പട്ടാളത്തിൽ ചേരുക എന്നതാണ്. ഈ മദ്രസ വിദ്യാഭ്യാസം പോലും സ്ത്രീകൾക്ക് പൂർണ്ണമായി കൊടുക്കുക. അത് സ്ത്രീകൾക്ക് അതിന് മുമ്പ് തന്നെ 10 വർഷത്തെ എഡ്യൂക്കേഷൻ ഉണ്ട്. ആ 10 വർഷത്തെ എഡ്യൂക്കേഷനിൽ സ്ത്രീകൾക്ക് ഒരു 4 or 5 വർഷത്തെ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ അവരെ അവിടെ നിന്ന് നിർത്തും. ബാക്കി മദ്രസ എഡ്യൂക്കേഷനിൽ ഈ പുരുഷന്മാർ മുഴുവൻ മുന്നോട്ട് വന്ന് ഏകദേശം ഒരു 10ാം ക്ലാസ് റേഞ്ച് വരെ ഈ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിർബന്ധിതമായിട്ട് മിലിറ്ററി സേവനമാണ്. അപ്പൊ നിർബന്ധിതമായ മിലിറ്ററി സേവനം കഴിഞ്ഞാണ് പിന്നീട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പോലും അറബിക്കിലാണ്. അത് പൊതുവെ പുരുഷന്മാർ സ്വീകരിക്കുക. അവന്മാർ അപ്പോഴത്തേക്ക് പഠിക്കാനുള്ള താല്പര്യമില്ല, നഷ്ടപ്പെട്ട് മടിയന്മാരാണ്. എന്ന് പറഞ്ഞാൽ സയൻസ് എഡ്യൂക്കേഷൻ തുടങ്ങേണ്ട സ്ഥലത്ത് വെച്ച് വിദ്യാഭ്യാസം അവസാനിച്ചു. പിന്നെ ഇവർക്ക് ആകെ അറിയാവുന്ന മതം മാത്രമാണ്. അപ്പൊ ഇതും തലയിലെടുത്ത് വെച്ചുകൊണ്ട് ഈ പട്ടാള ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് കയ്യിൽ തോക്കുണ്ടാവും. ഈ തോക്കും വെച്ചുകൊണ്ട് കൊള്ളയടിക്കുക, അല്ലെങ്കിൽ കൊള്ള ഗ്യാങ്ങുകൾ, നമ്മൾ ഈ പറയുന്ന ഡെക്കോയിറ്റ്സ്, കൊള്ള സംഘങ്ങൾ രൂപീകരിക്കുക, എന്നിട്ട് തമ്മിത്തല്ല, ഗോത്രങ്ങൾ തമ്മിത്തല്ല. അപ്പൊ ഇങ്ങനെ തമ്മി ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ എത്തുമ്പോഴത്തേക്കും ഇവനെ എല്ലാവർക്കും ഉപദ്രവിക്കാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ക്രിസ്ത്യാനിയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് നേരെ തിരിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായി വംശഗതിയാണ്. കാരണം ഇത് 2% വരുന്ന വളരെ ചെറിയ ഒരു നമ്പർ വരുന്ന ഒരു സമൂഹമാണ്. ഇപ്പൊ നമ്മൾ പറയും ഇപ്പൊ ക്രിസ്ത്യാനികൾ പ്രതിരോധിക്കുന്നില്ല. പലപ്പോഴും സോഷ്യൽ മേഖലയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യാനി സ്നേഹം പറഞ്ഞിട്ട് പ്രതിരോധിക്കാതിരിക്കുന്നതാണ്. ക്രിസ്ത്യാനിക്ക് പ്രതിരോധിക്കാൻ എവിടെയാണ് ആയുധം? ആരാണ് ക്രിസ്ത്യാനിക്ക് ആയുധം കൊടുക്കുക? ഈ പറയുന്ന ഈ ബോക്കോ ഹറാം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അൽ ഖ്വയ്ദ ആയിക്കൊള്ളട്ടെ, ISIS ആയിക്കോട്ടെ, ഹമാസ് ആയിക്കോട്ടെ, ഹെസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഇവന്മാരുടെ എല്ലാം തള്ളയായിട്ടുള്ള തന്തയായിട്ടുള്ള ഇസ്ലാമിക് ജിഹാദ് ആയിക്കോട്ടെ, ഇസ്ലാമിക് ബ്രദർഹുഡ് ആയിക്കോട്ടെ, ഇവന്മാരെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇത് ലോകം മുഴുവൻ കൈകോർത്ത് പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ്. ഇവർക്കുള്ള ഫൈനാൻസ് മുഴുവൻ വരുന്നത് അറേബ്യൻ ഓയിലിൽ നിന്നാണ്. അത് മുഴുവൻ ആയുധങ്ങളായിട്ട് മാറുകയാണ്. അപ്പൊ ഇവർക്ക് ആയുധങ്ങൾ നിരവധിയായിട്ട് ലഭിക്കുന്നു. ആയുധമുള്ളവനോട് ആയുധം ഇല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും? പോയി വെടി മേടിച്ച് വരാനേ പറ്റത്തുള്ളൂ. അപ്പൊ ആയുധം മുഴുവൻ ഇവരുടെ കയ്യിലാണ്. മറുഭാഗത്തിന് ആയുധങ്ങളൊന്നുമില്ല. അപ്പൊ അവന്റെ ഈ സ്നേഹത്തിന്റെ ഭാഷ്യം എന്നതിനേക്കാൾ ഏറെ അവന് പ്രതിരോധിക്കാൻ ആയുധങ്ങളില്ല എന്നുള്ളതാണ് അവന്റെ ഒന്നാമത്തെ വിഷയം എന്നുള്ളതൊരു പ്രധാന പോയിന്റായി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഡിസ്കഷന്റെ അടുത്ത സ്റ്റേജിൽ ഇത് ആവശ്യം വരും. അപ്പോ ഈ പറയുന്ന കാര്യം ഇവര് പിന്നെ ഈ ആയുധങ്ങൾ സംഭരിച്ച് ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുന്നു, കൊല്ലുന്നു. അപ്പൊ ഇതിനകത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിട്ട് നമ്മൾ ദുബായിൽ നിന്നൊക്കെ വിളിക്കുന്ന ഈ സാധനത്തിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ദുബായിൽ ഒരു ഒറ്റ സ്വർണ്ണഖനി പോലും ഇല്ല.
പക്ഷെ ദുബായ് ഈ സ്വർണത്തിന്റെ പട്ടണമാണ്. ദുബായ് നിറച്ച് സ്വർണ്ണമാണ്. നിങ്ങളോടൊപ്പം ഒരു സ്വർണം മാത്രമേ കാണുള്ളൂ. ഈ സ്വർണം എവിടുന്നാ വരുന്നത്? ഈ സ്വർണം വരുന്നത് മുഴുവൻ സുഡാനിൽ നിന്നാണ്. ഈ സുഡാനിൽ കുഴിച്ചെടുക്കുന്ന സ്വർണം അത് ഏകദേശം 150 ടണ്ണോളം സ്വർണം അവിടെ കുഴിച്ചെടുക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. 150ഓളം പ്യൂരിഫൈഡ് ഗോൾഡ്, 24 ക്യാരറ്റ് സ്വർണം 150 ടണ്ണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് 40 ടണ്ണിൽ താഴെയാണ്. 30-40 ടണ്ണ് മാത്രം ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ബാക്കിയുള്ള സ്വർണം മുഴുവൻ പോകുന്നു. ബാക്കിയുള്ള സ്വർണം മുഴുവൻ ഇല്ലിസിറ്റ് ആയിട്ട് കള്ളക്കടത്തായിട്ട് പോവാണ്. ഈ കള്ളക്കടത്തായിട്ട് പോകുന്ന സ്വർണം മുഴുവൻ പോകുന്നത് ബഹുഭൂരിഭാഗവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് പോകുന്നു, കുറച്ച് മാത്രം റഷ്യയിലേക്ക് പോകുന്നു. ഇത് മുഴുവൻ കടത്തി പോവാണ്. ഈ പോകുന്ന സ്വർണത്തിന് മുഴുവൻ പകരമായിട്ട് ഇവർക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ഭീകര പ്രവർത്തന ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും പണവുമാണ്. ഈ പണവും ആയുധങ്ങളും മുഴുവൻ ഈ പറയുന്ന ജനറൽസിന്റെ, അതായത് ഈ സുഡാൻ ആർംഡ് ഫോഴ്സ്, അവിടെ സാധാരണ ജിഹാദികളല്ല ഈ പരിപാടി നടത്തുന്നത്. ഈ സുഡാൻ ആർംഡ് ഫോഴ്സ് എന്ന് പറയുന്ന ആളുകളും സുഡാൻ റാപ്പിഡ് ഫോഴ്സ് എന്ന് പറയുന്ന ഈ പട്ടാളം തന്നെയാണ് അവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നത്. അപ്പൊ അവർക്ക് ആയുധങ്ങളായിട്ടും പണമായിട്ടും ഇവർക്ക് ഈ സാധനം കൊണ്ട് തിരിച്ചെത്തും. ഇവന്മാർ ഇതുകൊണ്ട് തമ്മിൽ തല്ലി വെടിവെച്ച് ചാവും. ആ കൂട്ടത്തില് കുറച്ച് ക്രിസ്ത്യാനികളെ കൊന്ന് അവരുടെ ജിഹാദ് കർമ്മം നിർവഹിച്ച സ്വർഗത്തിലുള്ള ഹൂറികളുടെ റിസർവ് അവന്മാർ ഉറപ്പിച്ചു വെക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് സുഡാനില് കട്ടപ്പോയാണ് കാര്യം. കാരണം വളരെ യുവമാര് മുഴുവൻ ആയുധധാരികളാണ്. പിന്നെ ഇവരെ അവിടെ ചെന്ന് ആര് മര്യാദ പഠിപ്പിക്കുക എന്നുള്ള വിഷയമുണ്ട്. ഈ നൈജീരിയയിൽ ചെയ്യുന്നത് പോലെ, നൈജീരിയയിൽ ഇടപെടുന്നത് പോലെ അമേരിക്കയെ സംബന്ധിച്ച് സുഡാനിൽ ഇടപെടുക എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ വ്യത്യസ്തരാണ്. അവിടെ റഷ്യക്ക് സ്വാധീനമുണ്ട്. കൂടാതെ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ അറബ് രാജ്യം അടി കൂടെ കളിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ അറബ് രാജ്യങ്ങൾക്ക്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഈ പ്രൈമറി ആയുള്ള അറബ് രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങൾക്ക്, അവരാണല്ലോ നമ്മൾ ശരിക്കും അറബികൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. മറ്റേ ആഫ്രിക്കനെ നമ്മൾ ഒരിക്കലും അറബി എന്ന് വിളിക്കാറില്ല. റെക്കോർഡിൽ മാത്രമാണ് അറബി. ഈ അറബ് രാജ്യങ്ങൾക്ക് പണ്ട് ഈ ആഫ്രിക്കയിൽ ഉടനീളം നടന്ന അടിമ കച്ചവടം നടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരവിടുന്ന് മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി ലോകം മുഴുവൻ മനുഷ്യരെ വിറ്റ് കാശുണ്ടാക്കിയിരുന്നവരാണ്. ഇത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഇവർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ വരെ ഉണ്ടായിരുന്നു. അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ തുടക്കത്തിൽ, ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങൾ ആ പണി കുറച്ചു കാലം ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്രിക്ക എത്തിയ കാലത്ത് അത് വളരെ പെട്ടെന്ന് തന്നെ ബാൻ ചെയ്യപ്പെട്ടു. കാരണം ഒരു പോളിഷ്ഡ് സൊസൈറ്റിയാണ്. അപ്പൊ ഒരു കാരണവശാലും അടിമ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ളത് റിലീജിയസ് ലെവലിൽ തന്നെ ബാൻ വന്നു. അതുകൊണ്ട് അവരത് നിർത്തി. പിന്നീട് ഈ അടിമ കച്ചവടം എന്ന് പറഞ്ഞ മഹത്തായ പരിപാടി നിർവഹിച്ചത് മുഴുവൻ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളാണ്. അവിടുന്ന് ഇവരെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് വിൽക്കുക. വെറും മൃഗങ്ങളായിട്ട് ട്രീറ്റ് ചെയ്തവരാണ്. അപ്പൊ ആ മൃഗങ്ങളുടെ ഒരു കൾച്ചറിൽ നിന്ന് ഒരിക്കലും പുറത്തോട്ട് വരാൻ ഈ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മളവരെ ബ്ലെയിം ചെയ്യുമ്പോൾ അതും കൂടി മനസ്സിലാക്കണം. ഇത് വെറും കാട്ടു മനുഷ്യരാണ്. ഇവരുടെ കണ്ണിൽ വെളിച്ചം കയറിയിട്ടില്ല. അവരൊരിക്കലും ഒരു സയൻസ് എഡ്യൂക്കേഷനിലേക്കോ ഒരു ലോജിക് എഡ്യൂക്കേഷനിലേക്കോ അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ സഹജീവിയെ കൊല്ലുന്നത് അവർക്ക് ഒരു തരത്തിലും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യാനികളുടെ നേരെയുള്ള ഇത്തരത്തിൽ ഉന്മൂലന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവർക്ക് ഒരു തരത്തിലും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാർ, അതായത് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ വളരെയധികം വിഷമം ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പൊ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആളുകളുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ തടാകത്തിൽ കൂടി ഒഴുകി നടക്കുന്നു. ഒരു മനുഷ്യൻ സ്വന്തം ശവക്കുഴി ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ കുഴിക്കുന്നു. പിന്നെ ആ കുഴിയിലേക്ക് ആ മനുഷ്യനെ വെടിവെച്ചിടുന്നു. അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇവിടെ മരിച്ചു വീഴുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസികൾ കൂടിയുണ്ട്. വളരെ ക്രൂരമായിട്ട് അവരവിടെ കൊല ചെയ്യപ്പെടുന്നു. അവിടെ കൊല ചെയ്യപ്പെടുന്ന മുസ്ലിം മതവിശ്വാസികളെ ചൊല്ലി, അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പാലസ്തീൻ ഐക്യദാർഢ്യക്കാർക്ക്, അല്ലെങ്കിൽ ഗാസ ഐക്യദാർഢ്യക്കാർക്ക്, ഗാസ പ്രേമികൾക്ക്, ഓൾ ഐസ് ഓൺ റാഫ ക്യാമ്പയിന്റെ വക്താക്കൾക്ക് ഒന്നും ഒരു സങ്കടവും വരാത്തെ? അവരിത് അറിയാതെ പോകുന്നുകൊണ്ടാണോ? എന്താണ് സംഭവിക്കുന്നത്? അറിയാതെ പോകുന്നുണ്ടല്ലോ. നിങ്ങൾ അവരെ സാധാരണ മനുഷ്യരെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. ഈ പറയുന്ന ഗാസ പ്രേമികളും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും സാധാരണ മനുഷ്യരല്ല. അവർ ഇരുട്ടിനെ സ്നേഹിക്കുന്നവരാണ്. അവരൊരിക്കലും നന്മയെ സ്നേഹിക്കുന്നവരല്ല. നമ്മളുടെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് പൂവിട്ട് വായിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, ഒക്കെ ഒരു ഭാഗത്തു നിന്ന് മാത്രം വിഷയങ്ങളെ കാണുവാനും സംസാരിക്കുവാനും മാത്രം ശേഷിയുള്ളവരാണ്. പാവപ്പെട്ടവനെ മുൻപിൽ കാണിച്ച് അവന്റെ പിച്ചപാത്രത്തിൽ ഓട്ടയിട്ട് വോട്ട് വാങ്ങി ജയിച്ച് 100ഉം 1000ഉം കൂടി കട്ടെടുക്കാൻ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നമ്മൾ നിരന്തരമായി കാണും. അവരെന്നിട്ട് പിന്നെയും അവിടെ ഇരുന്നുകൊണ്ട് ആളുകളുടെ പട്ടിണിയെ കുറിച്ച് സംസാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവര് നിരന്തരമായി അതിന്റെ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിക്കുകയും ആളുകളെ ഇരുട്ടിൽ നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരുടെ അണികളായിട്ടുള്ള ആളുകൾ ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് വിചാരിച്ച കുഴി കുഴിച്ച് അതിനകത്ത് ഇടുകയും അവരുടെ മുഴുവൻ മൂല്യവും തട്ടിയെടുത്ത് ഭക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ. ഇതേ പണിയല്ല ഇസ്ലാമിസ്റ്റുകളും ചെയ്യുന്നത്. ഇസ്ലാം
ക്രിസ്റ്റുകളും ചെയ്യുന്ന ഇതേ സംഗതിയാണ്. അവരുടെ കാറ്റഗറിയിൽ ഈ പറയുന്ന ഈ തലമുണ്ടെടുക്കുന്നതൊക്കെ താഴെയുള്ളവരാണ്. മുകളിലുള്ള ഇതൊന്നും വിഷയമല്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പരക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു. അവര് ഒരു 10-45 പേരുണ്ട്. ഒരു വെസ്റ്റേൺ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരൊരു ഫാം ഹൗസിൽ ഒത്തുചേർന്ന് കള്ളുപിടിച്ചു. അപ്പൊ ഇസ്ലാമിൽ കള്ളുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാപാണല്ലോ. അപ്പൊ പിടിച്ചോണ്ട് വന്ന ഏകദേശം ഒരു 20-25 പെണ്ണുങ്ങളും ഉണ്ട്, അത്രയും തന്നെ ആണുങ്ങളും ഉണ്ട്. ഏകദേശം ഒരു 20s ആളുകളാണ്. ഒരൊറ്റ പെണ്ണിന്റെ തലയിൽ ഈ പറയുന്ന സാധനം ഇല്ല. എല്ലാവരും നല്ല വെളുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ എല്ലാം എലൈറ്റ് ക്ലാസ്സിൽ പെടുന്നവരാണ്. അപ്പൊ ഇത് പോലീസുകാരെടുത്തു, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അപജയം ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പുറത്തിട്ടു. അവസാനം കണ്ടി അഡ്രസ് നോക്കുമ്പോൾ മന്ത്രിയുടെ പോലീസുകാരുടെ തന്നെ മക്കളാണ്. ഈ പറഞ്ഞ് പിടിച്ച പോലീസുകാരുടെ എല്ലാം ജോലിയും പോയി. അപ്പം ഇത് പാകിസ്ഥാൻ സംഭവിച്ച കാര്യമാണ്. അപ്പൊ എലൈറ്റ് ക്ലാസിനെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല. കഴിഞ്ഞ ദിവസം വന്ന വലിയൊരു വീഡിയോ ഖമനേയിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുടെ മകളുടെ വിവാഹത്തിന് ആ കുട്ടി ഇട്ടിരുന്നത് സ്ട്രാപ്ലെസ് ഗൗൺ ആണ് ഇവിടെ വരെ ഉള്ളത്. ഈ സാധനത്തിന് മുകളിലേക്ക് ഒരു കൈ പോലും ഇല്ല. അതിട്ടിട്ടാണ് ആ കുട്ടി വിവാഹത്തിന് വന്നത്. ഈ പറഞ്ഞ ഖമനയുടെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ ഭാര്യ തലയിൽ സാധനം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പള്ളുരുത്തിയില് അവര് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന ആ സാധനം പുഷ്പം പോലെ ചീറ്റി പോയത് കണ്ടില്ലേ? ഒന്നും ഉണ്ടായില്ല. അവർ വലിയ കാര്യമായിട്ട് പൊക്കി പിടിച്ച് കൊണ്ടുവന്നാണ്. ചീറ്റി തെറിച്ചു പോയി. അത് ചീറ്റി തെറിച്ചതിന്റെ സങ്കടത്തിനാണ് ഇപ്പൊ അവിടെ ഇവിടെ കുത്തിയിരുന്ന ഊമക്കത്ത് എഴുതുന്നത്. അതിനകത്ത് കൂടുതൽ കാര്യമൊന്നുമില്ല. വേറെ ഒരു സംഗതി അതിനകത്തില്ല. ഈ ഊമക്കത്ത് എഴുതുന്നതിന്റെ ഒറ്റ കാര്യം അത് ചീറ്റി തെറിച്ചു പോയി എന്നുള്ളതാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന 140 മുസ്ലിം വിദ്യാർത്ഥികൾ 138 പേരും ഒരു തരത്തിലും പ്രതികരിക്കാതിരുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവരുടെ സമൂഹത്തിന് വെളിച്ചം കിട്ടി തുടങ്ങിയിരിക്കുന്നു. വെളിച്ചത്തിന്റെ സൗകര്യം അനുഭവിച്ചാൽ ഒരു കാലത്ത് വെളിച്ചം വേണ്ടെന്ന് വെക്കൂല. ഇരുട്ടി കിടക്കുന്നവൻ അവിടെ കിടക്കും. പക്ഷെ ഒരിക്കൽ വെളിച്ചം കണ്ടാൽ അവൻ പിന്നെ തിരിച്ചിരുട്ടിലോട് കയറുക. അപ്പൊ ആ ഒരു സംഗതി ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് അവിടെ ഇരുട്ടാണ്, പരിപൂർണമായ ഇരുട്ടാണ്. അപ്പൊ ഇരുട്ടിൽ കിടന്നുകൊണ്ട് തപ്പുന്ന മനുഷ്യരെയാണ് നമ്മൾ ഈ കാണുന്നത്. അവനെ എങ്ങനെയെങ്കിലും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദാറ്റ് എ ക്രിസ്ത്യൻ വേ ഓഫ് തിങ്കിങ്. പക്ഷെ ഇവന് എളുപ്പം ആദ്യത്തെ ഭാഗത്ത് ഇവന് വെളിച്ചം കൊണ്ട് എന്നാണ് മനസ്സിലാകുക കുന്നുകളെ. അപ്പൊ അതുകൊണ്ട് തന്നെ മൃഗത്തിനെ നമ്മൾ ഇരുത്തണം, വട്ടി നല്ല അട്ടി കൊടുത്ത് ഒരിടത്ത് ഇരുത്തണം. ആദ്യ ഭാഗം അടി തന്നെയാണ്, ശിക്ഷണം തന്നെയാണ്. ശിക്ഷണത്തിലൂടെ ഇരുത്തി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കൊടുത്തവർ തലയ്ക്ക് അത് വെളിച്ചം കിട്ടിയവർ രക്ഷപ്പെട്ടു പോരും. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ആഫ്രിക്കയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു അടുത്ത നാളുകളിൽ എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ശക്തമായിട്ട് പീഡിത ക്രൈസ്തവർക്ക് വേണ്ടി ലോക നേതാക്കളിൽ നിന്നും നാം കേട്ട ഒരു ഉറച്ച ഒരു ശബ്ദമായിരുന്നു ട്രംപിൻ്റെത്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനം, നൈജീരിയയിലെ ക്രൈസ്തവർക്ക് നേരെ വംശഹത്യ നടത്തുന്ന ഇസ്ലാമിസ്റ്റുകളെ, ഇസ്ലാമിക തീവ്രവാദികളെ ഇല്ലാതാക്കാൻ സൈന്യത്തെ അയക്കും. അത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ്. തീർച്ചയായിട്ടും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കൈയടികളോടെയാണ് ആ ഒരു പ്രഖ്യാപനത്തെ കേട്ടത്. അപ്പോൾ നമുക്ക് ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനത്തെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു സൈനിക നടപടി അത് എത്രത്തോളം അവിടെ ഒരു പ്രാക്ടിക്കലാണ്. മാത്രമല്ല ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രസ്താവന നൈജീരിയയിലെ ക്രൈസ്തവരുടെ ഒരു ഉന്നമനത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം ഒരു പ്രയോജനം ചെയ്യും, അവിടുത്തെ ഒരു വംശഹത്യ അവസാനിപ്പിക്കുവാൻ എത്രത്തോളം അദ്ദേഹം നടത്തിയ ഒരു മുന്നറിയിപ്പ് പ്രസ്താവന പ്രയോജനം ചെയ്യും. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ട്രംപിന് മാത്രമാണ്. ഒരു വർത്തമാനം പറയാനെങ്കിലും കഴിയുന്ന ട്രംപിനാണ്. പട്ടാളത്തെ അയച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഒരു വർത്തമാനം പറയാൻ, ഒരു ഹെവി ആയിട്ടൊരു വാക്ക് പറയാൻ, നിർത്തണോ എന്ന് പറയാൻ ഒരു ശേഷിയുള്ള ഒരേ ഒരു ശബ്ദം ഇന്ന് ലോകത്തുള്ളത് ട്രംപിൻ്റെത് മാത്രമാണ്. അപ്പൊ ഞാൻ പല പ്ലാറ്റ്ഫോമുകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മാർപ്പാപ്പ അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ ട്രംപിനോട് ഈ വിഷയം ആവശ്യപ്പെടേണ്ടതായിരുന്നു എന്നാണ് ഞാൻ. ഇത്രയും ശക്തമായ രാജ്യത്തിന്റെ തലപ്പത്ത് ഒരു കത്തോലിക്കൻ ഇരിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് പറയാവുന്നതാണ്, നമ്മളുടെ ആളുകൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നു, നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ പോയിട്ട് ബോംബിടണം എന്നല്ല പറയേണ്ടത്, എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു ചോദ്യം ഒരുപക്ഷെ മാർപ്പാപ്പ ഒഫീഷ്യലായിട്ട് ഈ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം ഞാൻ പല സ്ഥലങ്ങളും പറയേണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ആരും പറയാതെ ആയിരിക്കണം അദ്ദേഹം അത് ചെയ്തെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹം ഇതിനു മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 2019 നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇപ്പൊ നൈജീരിയയിലെ വിഷയം ഒരു ഡിഫറന്റ് വിഷയമാണ്. അവിടെ ഏകദേശം പകുതിയോളം ക്രിസ്ത്യാനികളുണ്ട്. ഈ ആഫ്രിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആഫ്രിക്കയുടെ തെക്കൻ ഭാഗം മുഴുവൻ ക്രിസ്ത്യാനികളും വടക്കൻ ഭാഗം മുഴുവൻ മുസ്ലിങ്ങളാണ്. അതിന് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മുസ്ലിങ്ങൾ റോം അന്വേഷിച്ച് പോയത് വടക്കൻ ആഫ്രിക്കയിലൂടെയാണ്. അപ്പൊ റോമിനെ അന്വേഷിച്ച് വടക്കൻ ആഫ്രിക്കയിലേക്ക് പോയ വഴി മുഴുവൻ അവർ ഇസ്ലാമൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇസ്ലാം മതം ഈ ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വന്നത്. ഈ നൈജീരിയ പോലത്തെ രാജ്യങ്ങളിൽ അത് ഏറ്റവും വടക്ക് കിടക്കുന്ന രാജ്യമല്ല, ഏറ്റവും വടക്ക് കിടക്കുന്ന രാജ്യങ്ങളുടെ അടുത്ത നിരയിൽപ്പെടുന്ന. അപ്പൊ ആഫ്രിക്കയിലെ രാജ്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ നിര രാജ്യങ്ങളെ നമ്മൾ അറബ് രാജ്യങ്ങൾ എന്ന് വിളിക്കും. അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് നൈജീരിയ വരുന്നത്. അപ്പൊ അവിടെയും ഇസ്ലാമൈസേഷൻ കാര്യമായി നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള ആളുകൾ അറബികളെന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നവരല്ല. പക്ഷെ അതിനകത്ത് അറബ് വംശജരുണ്ട്. തങ്ങൾ അറബ് വംശജരാണ് എന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന ആളുകൾ. അപ്പൊ ആഫ്രിക്കയുടെ ഈ പറയുന്ന നൈജീരിയയുടെ നോർത്തേൺ സൈഡിൽ, ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള
രാജ്യമാണ് നൈജീരിയ. ഏറ്റവും അധികം സാമ്പത്തികമായി മെച്ചപ്പെട്ട രാജ്യമാണ്. സമ്പന്നരായി എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ സാമ്പത്തികമായി മെച്ചപ്പെട്ട രാജ്യമാണ് നൈജീരിയ. വലിയ ഓയിൽ റിസർവ് ഉണ്ട്, കൂടാതെ മിനറൽ റിസർവുകൾ ഇൻക്ലൂഡിംഗ് ഗോൾഡ് ഉണ്ട്. എങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവ് അവർക്ക് ആ രാജ്യത്തിന് സമ്പന്നമായി ജീവിക്കാൻ പറ്റുന്ന ഓയിൽ ആൻഡ് നാച്ചുറൽ റിസർവ് ഉണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം അതൊന്നും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുത. അപ്പൊ അവിടെ ഈ നോർത്തേൺ പാർട്ടിൽ ാണ് മുസ്ലിങ്ങൾ ധാരാളമായി വസിക്കുന്നത്. സൗതേൺ പാർട്ടിൽ ക്രിസ്ത്യാനികളാണുള്ളത്. അപ്പൊ ഈ സൗതേൺ പാർട്ടിൽ ഒരു പ്രശ്നമില്ല, നോർത്തേൺ പാർട്ടിൽ മാത്രമാണ് പ്രശ്നമുള്ളത്. ഈ നോർത്തേൺ പാർട്ടി തന്നെ ഇവര് ശരിക്കും പിന്നെ ഈ തുർക്കിയിലുള്ള ഓട്ടോമാൻ എംപയറിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. അപ്പൊ ഓട്ടോമാൻ എംപയറിന്റെ കീഴിൽ നിന്ന് ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ തുടക്കത്തിൽ തന്നെ 1916 തന്നെ അത് ബ്രിട്ടൻ മോചിപ്പിച്ചെടുത്തിട്ടുണ്ട്, യുദ്ധം ചെയ്ത്. അങ്ങനെ അത് പിന്നെ ബ്രിട്ടന്റെ കീഴിൽ വന്നു. അങ്ങനെ ബ്രിട്ടന്റെ കീഴിൽ വന്ന് പിന്നീട് അവർ സ്വാതന്ത്ര്യം 60കളിലാണ് സ്വാതന്ത്ര്യം നേടുന്നത്. ആ സമയത്ത് ഫ്രാൻസിന്റെ കീഴിലുണ്ടായിരുന്ന അതിന്റെ തൊട്ടടുത്ത രാജ്യം കാമറൂൺ. ഈ കാമറൂൺ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഫ്രഞ്ച്, അത് ജർമ്മനിയുടെ കയ്യിലായിരുന്നു. അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അത് ഫ്രാൻസ് പിടിച്ചു. അപ്പൊ അതിന് നോർത്തേൺ ഹാഫും സൗതേൺ ഹാഫും ഉണ്ടായി. അപ്പൊ അതിന്റെ നോർത്തേൺ ഹാഫ് അത് എക്സ്ക്ലൂസീവ്ലി മുസ്ലിംസ് ആണ്. അതിന്റെ നോർത്തേൺ ഹാഫ് കൂടി നൈജീരിയയോട് ചേർക്കപ്പെട്ടു. അത് അഭിപ്രായ സർവേ ഒക്കെ നടത്തി ചേർത്തതാണ്. അതോടെ ഈ നൈജീരിയയിലുള്ള മുസ്ലിം പോപ്പുലേഷൻ വല്ലാതെ അങ്ങോട്ട് കൂടി. അപ്പൊ ഈ നൈജീരിയയിലെ മുസ്ലിം പോപ്പുലേഷൻ വല്ലാതെ കൂടി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ജിഹാദിസ്റ്റുകളുടെ എണ്ണം കൂടി. മുസ്ലിം പോപ്പുലേഷൻ ഒരു ലെവലിൽ കൂടി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ ശരിയ വേണം, അവരുടെ സ്വന്തം രാജ്യം വേണം, ഇങ്ങനത്തെ ഡിമാൻഡുകൾ. അപ്പൊ ഈ നൈജീരിയ പിളർത്തുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെ ഇതിനകത്തുണ്ട്. ഇത് ഈ നൈജീരിയയുടെ വടക്കൻ ഭാഗം ഒരു രാജ്യമായി മാറണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെയാണ് ജിഹാദിസ്റ്റുകളുടെ പെരുമാറുന്നത്. അപ്പൊ ഈ വടക്കൻ ഭാഗത്തുള്ള നൈജീരിയയിലെ സ്റ്റേറ്റുകൾ എല്ലാം തന്നെ ഈ പറയുന്ന ജിഹാദിസ്റ്റ് ലോയിൽ മാത്രം, അവരുടെ ലോയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. അവരുടെ നാഷണൽ ലോ അല്ല അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതൊരു ജനാധിപത്യ രാജ്യമാണെന്നാണ് ഇപ്പൊ. പക്ഷെ ജനാധിപത്യ രാജ്യത്തിന്റെ റൂളുകൾ നിലവിലുള്ള സൗതേൺ പാർട്ടികളിൽ മാത്രമാണ്. നോർത്തേൺ പാർട്ടിലുള്ള സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഷരിയ ലോസ് ആണ് നിലവിലുള്ളത്. അപ്പം ആ രാജ്യത്തെ നിയമം പോലും മാറ്റിയെടുക്കത്തക്ക രീതിയിൽ മുസ്ലിങ്ങൾ കാരണന്മാരായി. എഡ്യൂക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൗതേൺ ഭാഗത്തെ എഡ്യൂക്കേഷൻ മോർ ദാൻ 90% ആണ് ഇംഗ്ലീഷാണ് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയവരാണ് സൗതേൺ പാർട്ടിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ. നോർത്തേൺ പാർട്ടിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 20% ആണ്, ചെറുപ്പക്കാരുടെ ലെസ് ദാൻ 15% ആണ്. അപ്പൊ സ്ത്രീകളുടെ വിദ്യാഭ്യാസം എത്ര? സ്ത്രീകളുടെ വിദ്യാഭ്യാസം 0% ആണ്. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഹറാം ടു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെ? ബോക്കോ ഹറാം. ഈ ബോക്കോ ഹറാം എന്ന് പറഞ്ഞാൽ ബുക്ക് ഹറാമാണെന്നാണ്. ബുക്ക് വേണ്ട, ബുക്ക് ഹറാം, അതാണ് ബോക്കോ ഹറാം. ബുക്ക് ഹറാമാണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹറാമാണ്. അപ്പൊ അത് പിന്നെ അൽഖ്വയ്ദയുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന സാധനമാണ്. അപ്പൊ ആദ്യം അവിടെയും ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ തമ്മിലുള്ള ക്ലാഷ് ഉണ്ട്. മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട്, ഒരുപക്ഷെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളെ കൊല്ലുന്നു. പക്ഷേ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനിയാണ് എന്നതിന്റെ പേരിൽ കൊല്ലുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിനകത്തെ വർഗീയത എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ തമ്മിലുള്ള കൊലപാതകം നടക്കുന്ന മതത്തിന്റെ പേരിലല്ല, അവര് തമ്മിൽ കൊലപാതകം നടക്കുന്നത് അവരുടെ ഗോത്രങ്ങളുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അറബ് വേഴ്സസ് ലോക്കൽ എന്നുള്ള പേരിലായിരിക്കാം. അറബിന് എപ്പോഴും സുപ്രീമസി ഉണ്ട്, നമ്മുടെ ബ്രാഹ്മൺ പോലെ. അപ്പം ഈ പറയുന്ന ക്രിസ്ത്യാനികളെ വധിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിയാണ് എന്നതിന്റെ പേരിലാണ്. അത് ഈ നോർത്ത് സൗത്ത് ബോർഡറിലാണ് സംഭവിക്കുന്നത്. ക്രിസ്ത്യാനികൾ കൃഷിക്കാരാണ്, ഇവന്മാര് പശുക്കളെ തീറ്റുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പശുക്കളെ തീറ്റി ഇവന്മാരുടെ പ്രോപ്പർട്ടിക്കകത്ത് കയറും, അതിനെ ചെറിയ വഴക്കുണ്ടാകും, അത് പിന്നീട് കമ്മ്യൂണൽ ക്ലാഷ് ആവും. അങ്ങനെ നിരവധിയായിട്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഇവർ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ പിടിച്ച് തടവിൽ വെച്ച കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ വലിയ തോതിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ട് സുഡാനിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ട്രംപ് ഇപ്പോഴത്തെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നൈജീരിയയിൽ അദ്ദേഹം സഹായങ്ങൾ നിർത്തും എന്നുള്ളതാണ്. അത് നൈജീരിയയെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയാണ്. അതാണ് ഒന്നാമത്തെ ഭീഷണി. സഹായങ്ങൾ നിർത്തി കഴിഞ്ഞാൽ വിഷമിക്കും. ഇവർ നമ്മൾ ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്തിന് പോലും അമേരിക്കയുമായി ഒരു ട്രേഡ് വാറിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം നൈജീരിയ പോലത്തെ ഒരു കൊച്ചു രാജ്യത്തിന്റെ കാര്യം പറയേണ്ടതില്ല. അവര് അമേരിക്കയോട് മത്സരിച്ച് സാമ്പത്തികമായിട്ട് നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ ഭീഷണി. രണ്ട്, അമേരിക്ക പട്ടാളത്തെ അയക്കും എന്നുള്ള ഒരു ഭീഷണി ആവാനേ സാധ്യതയുള്ളൂ. അവിടെ അമേരിക്കൻ പട്ടാളത്തെ നേരിട്ട് ഒരു സോവറൻ നേഷനിൽ കൊണ്ട് ഇറക്കാനായിട്ട് ഈ പറയുന്ന ട്രംപ് തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ട്രംപിന് ചെയ്യാൻ പറ്റുന്ന പണി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്ത സാധനം ആയുധമാണ്. അവർ ആയുധവൽക്കരിക്കാൻ പറ്റും. അപ്പൊ അവിടെ ഇവരുടെ ഈ റിബൽ ഗ്രൂപ്പുകൾക്കെതിരായിട്ട് അവിടെ റിബൽ ഗ്രൂപ്പുകളെ ഫോം ചെയ്തെടുക്കാൻ CIA പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും. അവർക്ക് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഈ പ്രശ്നം തീരും. തിരിച്ചു പണി കിട്ടി കഴിഞ്ഞാൽ യുവമാർ ജീവൻ കൊണ്ട് ഓടിക്കോളും. യുവമാരുടെ എല്ലാം കയ്യിൽ AK-47 ഈ ക്രിസ്ത്യാനിയുടെ കയ്യിൽ ആ പാടുള്ളത് പിന്നെ പശുവിനെ ഓടിക്കുന്ന വടിയായിരിക്കും. ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ക്രിസ്ത്യൻ ഫോഴ്സ് ഉണ്ട്. ക്രിസ്ത്യൻ ഫോഴ്സിന് തിരിച്ചടിക്കാനുള്ള ശക്തി കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇത് തിരിച്ച് ആക്രമിച്ച് തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അമേരിക്ക വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. നിശ്ചയമായും
അമേരിക്ക ഇടപെട്ടു എന്നുള്ളത് ഈ ബോക്കോ ഹറാം ഇതുപോലത്തെ സാധനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഭീഷണി തന്നെയാണ്. കൂടാതെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക മിഡിൽ ഈസ്റ്റിലുള്ള സ്വാധീനം, ഈ മിഡിൽ ഈസ്റ്റിലാണ് ഈ ഭീകരപ്രവർത്തകരെല്ലാം കിടക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ തമ്മിൽ ഹാൻഡ് ആൻഡ് ഗ്ലൗ ആണ്. ഈ പറഞ്ഞ ഖത്തർ, ഈജിപ്ത് മുതലായ രാജ്യങ്ങൾക്ക് ഭീകരപ്രവർത്തകരുമായി ഇപ്പോഴും ടോക്കിംഗ് ടേംസിലാണ്. ഇതിന്റെയൊക്കെ തല ഇറാൻ ആണെങ്കിൽ പോലും ഈ പറയുന്ന ഈജിപ്തിനും ഖത്തറിനും ഒക്കെ ഇവരുടെ മേലെ സ്വാധീനമുണ്ട്. അപ്പൊ ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഈ ട്രംപിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ സാറേ, അതായത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിസ്റ്റ്, ലിബറൽ, സെക്കുലർ ആ ഒരു ഫോഴ്സുകളുടെ ഒരു പ്രളയം, ലോകത്തെ തകർക്കാൻ വേണ്ടി വരുന്ന ആ ഒരു പ്രളയത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു അണക്കെട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രംപിനെ വിശേഷിപ്പിക്കാൻ സാർ. ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ എങ്കിൽ പോലും ദൈവത്തിന്റെ ഉപകരണമായിട്ട് ട്രംപ് അവിടെ നിൽക്കുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ? ട്രംപ് എന്നൊരു മനുഷ്യൻ ഇന്ന് അമേരിക്ക ഭരിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ ഒരു കീഴ്മേൽ മറയാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നില്ലേ? നമ്മൾ ഈ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ പിന്നെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ നിശ്ചയമായും ഇത് ദൈവം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിന്റെ ഒരു ഗ്രോത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ BJP ഭരണത്തിൽ വന്നു. ഇന്ത്യയിൽ BJP ഭരണത്തിൽ വന്നാൽ ഇന്ത്യയുടെ കാര്യം എന്തായി പോയത്? ഒരു 15 വർഷം കൂടി ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഇസ്ലാമൈസ് ചെയ്തു പോയി. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ BJP ഭരണത്തിലേക്ക് വരികയാണ്. അത് ദൈവനിയോഗമാണ്. ഇതേ കാര്യം തന്നെയാണ് അമേരിക്കയിൽ ട്രംപ് വരുന്ന സമയത്ത്. അപ്പൊ ലോകത്തില് ഈ പറയുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഒരു ലോകത്തിന് മുഴുവൻ കേൾക്കാവുന്ന ഒരു ശബ്ദം ഉണ്ടാവുക എന്നുള്ളത് ട്രംപിലൂടെ ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഇസ്ലാമിക ഭീകരത തുടച്ചു നീക്കണം. അദ്ദേഹത്തിന്റെ രാജ്യത്ത് കത്തോലിക്ക പ്രോഗ്രസ് ഉണ്ടാവണം, കത്തോലിക് തോട്ട്സിന് പ്രോഗ്രസ് ഉണ്ടാവണം, കത്തോലിക് ലൈഫിന് പ്രോഗ്രസ് ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാന വിജയത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ എല്ലാ നയങ്ങളും രൂപീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നയരൂപീകരണ സമിതികളുള്ള ചാർലി ക്രിക്കിനെ പോലത്തെ ആളുകളെ നമുക്കറിയാം. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അതുകൊണ്ട് ഒരാളൊന്നും തീർന്നു പോകില്ല. അദ്ദേഹത്തിന്റെ നയരൂപീകരണം മുഴുവൻ അമേരിക്കയിലെ കത്തോലിക്ക പ്രോഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. ഈ അടുത്ത കാലത്ത് അമേരിക്ക H1B1 വിസയുടെ വില കൂട്ടിയത് അടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ ഈ റിലീജിയസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതികളാണ്. അപ്പൊ അത് പിന്നെ അദ്ദേഹം ആരും പറയാതെ തന്നെ, ഒരുപക്ഷെ മാർപ്പാപ്പ ഇദ്ദേഹത്തോട് പറയുമെന്ന് അദ്ദേഹം വെയിറ്റ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു. മാർപ്പാപ്പ പറയാതെ തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ, കാരണം വേറൊരു കാര്യത്തിന് രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണ്, ആ ആഭ്യന്തര വിഷയത്തിൽ കയറി ഇടപെടുമ്പം ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് ഫോഴ്സുകൾ നോക്കുമ്പോൾ ഇൻഡീസൻസിയാണ്. കാരണം അവർ ഡീസന്റ് ആയിട്ടുള്ള കാര്യം മാത്രമല്ലേ ചെയ്യുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന റഷ്യ കയറിയിട്ട് ഈ യുക്രൈൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന് മുകളിൽ കയറി നിരങ്ങുന്നു. ഇവർക്കാർക്കും ഒരു പ്രയാസവും ഇല്ലല്ലോ, കാരണം അത് ചെയ്യുന്ന റഷ്യയല്ലേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ പറയുന്ന ഈ അസ്ട്രോസിറ്റീസ് അല്ലെങ്കിൽ ക്രൂരത, ദുഷ്ടത, തെമ്മാടിത്തരം അവരുടെ ഭാഗത്തു നിന്ന് അവർ മിണ്ടുകയല്ല. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഉടനെ ബൈബിൾ ഒക്കെ പിടിച്ചോണ്ട് വരരുത്. ആ ബൈബിളിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിസ്റ്റുകളൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സ്കൂളിന്റെ വിഷയം വന്നപ്പോ ഇസ്ലാമിസ്റ്റുകൾ ബൈബിൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബൈബിൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെങ്കിലും ബൈബിൾ വായിച്ചു നോക്കട്ടെ, അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ബൈബിളിന്റെ വെളിച്ചം കാണേണ്ട അവസരമായി എന്ന് വേണം വിചാരിക്കാനെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് ഫോഴ്സുകൾ എന്ന് പറയുന്നത് തിന്മയുടെ ശക്തിയാണ്. നിശ്ചയമായും പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്, ലൂസിഫറിന്റെ മക്കളാണ്. അപ്പൊ അവര് അവരുടെ മാർഗം നോക്കും. നമ്മൾ പ്രകാശത്തിന്റെ സന്തതികൾ നമ്മൾ അതിനനുസരിച്ച് തിരിച്ചു പറയണം. നമ്മൾ വായടച്ചിരിക്കരുത്. ഇതാണ് പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശം കാണിച്ചു കൊടുക്കാൻ പ്രകാശത്തിന്റെ സന്തതികൾക്ക് ദൗത്യമുണ്ട്. അത് ആയുധമെടുത്ത് പോരാടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അവരുടെ അറിവും വിവരവും വെച്ചുകൊണ്ട് ഇതാണ് ഇന്നതാണ് തിന്മ, ഇന്നതാണ് തെറ്റ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും സാർ, തീർച്ചയായും. ലോകത്തെ തകർക്കാൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന ലെഫ്റ്റ് ലിബറൽ ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുവാൻ ട്രംപിനെ പോലുള്ള നട്ടലുള്ള ലോക നേതാക്കൾക്ക് സാധിക്കട്ടെ. സുഡാനിൽ എത്രയും വേഗം അവിടെ ഒരു സമാധാനം കൈവരട്ടെ. മാത്രമല്ല, പീഡിത ക്രൈസ്തവർ നൈജീരിയയിലും ആഫ്രിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പീഡനം ഏറ്റുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്ക് നീതി ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നടക്കുന്ന അന്താരാഷ്ട്ര വിഷയങ്ങൾ, ട്രംപിന്റെ ആ ഒരു ഇടപെടൽ, അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, അങ്ങേക്ക് നന്ദി.